നമസ്കാരം. അപ്പോൾ വെൽക്കം ബാക്ക്. ഇന്ന് എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പം ഞാൻ അമ്മയ്ക്ക് കുറച്ച് സർപ്രൈസസ് ഒക്കെ ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ എന്താണ് എന്നൊന്നും ഞാൻ ആദ്യമേ തന്നെ പറയുന്നില്ല. ഞാൻ അതുകൊണ്ട് ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാൻ രാവിലെ പോയതിൻ്റെ വിഷോ അങ്ങനെയൊന്നും ഞാൻ ചെയ്തില്ല. ഞാൻ വിചാരിച്ചു ആ സർപ്രൈസസിലൂടെ തന്നെ ഞാൻ ആദ്യത്തെ സർപ്രൈസ് കൊടുക്കുമ്പോൾ ഞാൻ വിഷ് ചെയ്താൽ മതി എന്ന് വിചാരിച്ചിട്ട് രാവിലെ ഞാൻ ഒന്നും മിണ്ടിയിട്ടില്ല. ഞാൻ മറന്നു പോയതുപോലെ തന്നെ ഞാനങ്ങനെ ഇരുന്നിട്ടുണ്ട്. പക്ഷെ എനിക്കൊരു അബദ്ധം പറ്റിയത് 2 ദിവസം മുന്നേ ഞാനിങ്ങനെ അമ്മയോടെ എന്തോ ഈ ബർത്ത്ഡേ റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ കാര്യം ചോദിച്ചപ്പോൾ ഞാനും ഓർക്കാണ്ട് ഇന്നല്ലേ ബർത്ത്ഡേ എന്നുള്ള രീതിക്ക് ഞാൻ സംസാരിച്ചു. അപ്പോഴാണ് അമ്മ മറന്നിരിക്കുമായിരുന്നു, ഞാനാണ് ഓർമ്മിപ്പിച്ചത് എന്നുള്ളത് മനസ്സിലായത്. അത് പറഞ്ഞില്ലായിരുന്നെങ്കിലുണ്ടല്ലോ ഇന്ന് ഫുൾ സർപ്രൈസ്ഡ് ആയിരുന്നു ഞാൻ. അത് എന്തായാലും നടന്നില്ല, അത് ചീറ്റിപ്പോയി. അപ്പോൾ നമുക്ക് എന്തായാലും സർപ്രൈസസ് 1 by 1 ആയിട്ട് കൊടുക്കാം. അപ്പം ഞാൻ എന്തായാലും പോയി റെഡി ആയിട്ടൊക്കെ വരാം. ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെയാണ്, ഞാൻ വലിയ കാര്യങ്ങൾ ഇല്ല, പക്ഷെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ പ്ലാൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തേതെന്ന് പറയുന്നത് ഞാനൊരു സാരി ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് അമ്മയ്ക്ക്. ഈ കലംകാരി സാരീസ് ഭയങ്കര ഇഷ്ടമാണ്. ഒരാൾ ഇതിന്റെ നടുക്കെല്ലാം കേട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കടിക്കല്ലേ? അപ്പൊ കലംകാരി സാരീസ് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇങ്ങനെ ഒരിക്കൽ എന്നോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു ഒരു സാരി മേടിച്ചു തരണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതുകൊണ്ട് ഈ ബർത്ത്ഡേക്ക് ഞാൻ കലംകാരി സാരി ഞാൻ ഒരെണ്ണം വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം അത് കൊടുക്കാം. അത് കൊടുത്തിട്ട് ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്ത് നമുക്ക് തുടങ്ങാം. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ആദ്യം പോയത് മോൾ ഓഫ് ട്രാവൻകൂറിലായിരുന്നേ. ആദ്യം പ്ലാൻ എന്ന് വെച്ചാൽ ഒന്ന് ശംഖുമുഖത്തൊക്കെ ഒന്ന് പോയിട്ട്, അമ്മയ്ക്ക് ശംഖുമുഖത്ത് പോകണമെന്ന് ഒരാഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ശംഖുമുഖത്ത് പോകാമെന്നൊക്കെ വിചാരിച്ച് ഇറങ്ങിയതാണ്. പക്ഷെ ആ സമയത്ത് ഇറങ്ങിയ ടൈമിൽ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ പ്ലാൻ ഡ്രോപ്പ് ചെയ്തിട്ട് നേരെ മോൾ ഓഫ് ട്രാവൻകൂറിൽ തന്നെ പോയി കഴിഞ്ഞിട്ട് ഒരു മൂവിക്ക് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും സിനിപോളിസിലൊരൊറ്റ മനുഷ്യനില്ലായിരുന്നു കേട്ടോ. ഫുൾ ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ടൈം ഉണ്ടായിരുന്നത് കൊണ്ട് ജസ്റ്റ് സ്നാക്സ് ഒക്കെ ഒന്ന് വാങ്ങിയിട്ട് ഞങ്ങൾ അകത്തേക്ക് കയറി ചെന്ന് ഇരുന്ന് കഴിഞ്ഞു. ഞങ്ങൾ അപ്പം തന്നെ അമ്മ കഴിച്ചു തുടങ്ങിയായിരുന്നു. അമ്മ ഒരു പപ്സ് മേടിച്ചു, ഞാനൊരു വാൾനട്ട് ബ്രൗണി മേടിച്ചു. അങ്ങനെ മൂവി തുടങ്ങി. മൂവി കൊള്ളായിരുന്നു കേട്ടോ, നല്ല മൂവിയായിരുന്നു. ഇന്റർവെൽ ആയപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്, നമുക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഷോ തന്നെ വെച്ച പോലെ ഉണ്ടായിരുന്നു. കാര്യം ഏതാണ്ട് ഒരു 10 പേര് മാക്സിമം അത്രേ ഉണ്ടായിരുന്നുള്ളൂ തിയേറ്ററിനകത്ത്. മൂവി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി നേരെ മോളിൽ തന്നെയുള്ള ആസാദിലാണ് ഞങ്ങൾ പോയി കഴിച്ചത്. പോയിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്യുന്നതിന് മുന്നേ തന്നെ എനിക്ക് വിളി വന്നു, കേക്ക് വന്നിട്ടുണ്ടെന്ന്. കാര്യം ഞാൻ തലേ ദിവസം തന്നെ ബൺ കഫേയിൽ വിളിച്ചിട്ട് ഞാൻ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള ഒരു ടൈം കിട്ടിയില്ല. കാര്യം എൻ്റെ ഷൂട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് അതിനിടയ്ക്ക് കേക്ക് ചെയ്യാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് ബൺ കഫേയിൽ വിളിച്ചിട്ട് ഞാൻ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടിപൊളി കേക്കായിരുന്നു കേട്ടോ. കേക്കൊക്കെ വന്നു. ഞാൻ വളരെ സർപ്രൈസ് ആയിട്ട് ഞാൻ കൊണ്ടുപോയി കൊടുത്തപ്പോഴാണ് അമ്മ ഈ വക കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു അമ്മയ്ക്ക്. അപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തപ്പോഴത്തേക്കും ഒരു പോർഷൻ ഞങ്ങൾ കട്ട് ചെയ്തിട്ട് അവിടെ ആസാദിലുള്ള ബോയ്സിന് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വന്ന് ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്തു. എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റില്ല, അത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. കുഞ്ഞ് ബർത്ത്ഡേ, കുഞ്ഞ് സർപ്രൈസസ്, ഹാപ്പി അമ്മ, സൂപ്പർ ഹാപ്പി മീ, അങ്ങനെ ഒരു അടിപൊളി ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. നമ്മളെ കൊണ്ടാവുന്നത് പോലെ ഇടയ്ക്ക് ചെറിയ സർപ്രൈസസ് ഒക്കെ ഒന്ന് പാരൻസിന് കൊടുത്തു നോക്കൂ, അവരൊരുപാട് ഹാപ്പി ആവും കേട്ടോ.